വയനാട് അമ്പലവയലുള്ള പൂപ്പൊലി കാണാൻ പോവുകയാണേ. പൂപ്പൊലി തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് തന്നെ പോയതുകൊണ്ട് സ്റ്റാളുകളിലൊക്കെ കുറച്ച് ഇത് കുറവായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാലോ, ജനുവരി 1 മുതൽ 15 വരെയാണ്. വലിയ ഒരാൾക്ക് 70 രൂപയും കുട്ടികൾക്ക് 35 രൂപയുമാണേ. കുട്ടികൾ എന്ന് പറയുമ്പോൾ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 35 രൂപ. ഓൺലൈനിലും ടിക്കറ്റ് കിട്ടാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു പൂപ്പൊലി നമ്മൾക്ക് സമ്മാനിച്ച ആളാണ് കേട്ടോ ഡോക്ടർ രാജേന്ദ്രൻ എന്ന് പറയുന്നത്. അവരെ വലിയൊരു പോസ്റ്ററും അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ രാത്രി പോയതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ കാണാൻ പറ്റി കേട്ടോ. ഇവിടെ പകലും ഉണ്ട്. രാത്രി വന്നിട്ടുണ്ടെങ്കിലും നമ്മൾക്കിങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് കാണാം. നിറച്ച് പൂക്കളാണേ. ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ 3/4 ഭാഗവും പൂക്കളും, ബാക്കി സ്റ്റാളുകൾ, പിന്നെ എൻ്റർടൈൻമെൻറ്റിനുള്ള അങ്ങനത്തെ കാര്യങ്ങളുമാണേ. പെട്ടെന്ന് തന്നെ കറണ്ട് പോയിട്ടോ, അപ്പം തന്നെ വന്നു. എല്ലാ വർഷവും പൂപ്പൊലി നടത്തുന്നുണ്ടെങ്കിലും പൂക്കൾക്ക് വ്യത്യാസം ഉണ്ടാവുകയെ. റോസ് ഗാർഡൻ്റെ അവിടെ എത്തിയാലാണ് നമുക്ക് റോസുകൾ മാത്രം പണ്ടത്തെ തന്നെയാണ് കേട്ടോ. ബാക്കിയുള്ള പൂക്കളൊക്കെ പുതിയതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് ഉണ്ടാവുക. ഇവിടെ തന്നെ ബാത്റൂം സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ പൊടി ആവുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ആ പൊടീൻ്റെയും ചളീൻ്റെയും പ്രശ്നം വരുന്നില്ല. നടപ്പാത മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും മഞ്ഞത്ത് നടന്ന് എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പൂക്കളെല്ലാം കാണുമ്പോൾ നമുക്ക് പറിക്കണം എന്ന് തോന്നും. പക്ഷെ പറിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ ഫൈനാണേ.
ഈ റോസാപ്പൂക്കളൊക്കെ ഇവിടെ വർഷങ്ങളായിട്ട് നട്ടു വെച്ചതാണ്. അതിൻ്റെ തണ്ടൊക്കെ നല്ല മരം പോലെ ആയിട്ടുണ്ട് കേട്ടോ, നല്ല കട്ടി വെച്ചിട്ട്. എത്ര വെറൈറ്റി പൂക്കളാണെന്നറിയാം. റോസിൽ തന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള അങ്ങോട്ടേക്കുണ്ട്. അതൊന്നും ഫോട്ടോ എടുക്കുമ്പോൾ എത്തൂല, അതുകൊണ്ടാണേ. പൂക്കൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാളാണ്. ഇത് കൂടാതെ വേറെയും സ്റ്റാളുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഗ്രികൾച്ചർ, ഇങ്ങനെ വളങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കിട്ടുക. ഇത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാളാണ്. ഇവിടെ മർമെയ്ഡൊക്കെ വരാനുണ്ട്. ഞങ്ങൾ പോയത് ഫസ്റ്റ് ഡേ തന്നെയാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ 2-3 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് എല്ലാം വന്നിട്ടുണ്ടാവും. പക്ഷേ സ്റ്റേജ് പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഫ്യൂഷൻ ആയിരുന്നു, ചെണ്ടമേളവും വയലിനും കൂടിയുള്ള. വയനാട്ടിലേക്ക് ഭയങ്കര തിരക്കൊക്കെയാണ്, ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പൂപ്പൊലിയൊക്കെ ഒരു വർഷമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ 5 ഏക്കറിൽ മുഴുവൻ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല രസമാണ്. പിന്നെ വയനാട്ടുകാർക്ക് ബീച്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വൈകുന്നേരമൊക്കെ ആകുമ്പം സമയം ചിലവഴിക്കാനും പിന്നെ എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് വരിക. നിങ്ങൾ വേറെ ജില്ലയിൽ നിന്ന് കാണുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വയനാട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കൂ കേട്ടോ. ജനുവരി 15 വരെയാണ് പൂപ്പൊലി. എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇപ്പോൾ 10 വർഷമായിട്ട് അടുപ്പിച്ച് നടക്കുന്നുണ്ടേ. 1 മണിക്കൂറോളം കാണാനുണ്ട് കേട്ടോ. 1-1.5 മണിക്കൂറോളം എങ്ങനെ നടന്നാലും കാണാനുള്ള അത്ര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കളർഫുൾ, അങ്ങനെ തന്നെ പറയാം. പലതരം കാഴ്ചകൾ, പലതരം പൂക്കൾ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറ്റുന്നവരൊക്കെ വന്ന് കണ്ടു നോക്കണേ.